ഹായ് ഗൈസ്. ഒരു പാട്ടിനെ ഒരു ജനതയെ മൊത്തം ഒരുമിക്കാനും എന്നാൽ അതേ സമയത്ത് ആ പാട്ടിനെ ചൊല്ലി വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കാനും കഴിയുമോ? എന്നാൽ കഴിയും എന്നാണ് ഭാരതത്തിൻ്റെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. അതെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്ദേ മാതരത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്നത്തെ BJP-യിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ പലരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അതായത് അന്ന് മുസ്ലിം അപ്പീസ്മെന്റിന് വേണ്ടിയാണ് കോൺഗ്രസ് മനഃപൂർവ്വം ബാക്കിയുള്ള സ്റ്റാൻസുകൾ വെട്ടിച്ചുരുക്കിയത്. ഇത് മുസ്ലിമുകൾക്ക് അപ്പീസ്മെന്റിന് വേണ്ടി മാത്രമാണെന്ന് പറയുന്നു. മറ്റു പലർ അല്ല, ഇത് സെക്യുലറിസം നിലനിർത്താൻ വേണ്ടിയാണെന്ന് മറ്റു പലർ പറയുന്നു. അതുപോലെ തന്നെ ഇത് ഗവൺമെന്റ് ഇപ്പോൾ പൂർണ്ണ സ്റ്റാൻസയും പാടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പല നേതാക്കളും പറയുന്നത് ഞാൻ കേട്ടു, അതായത് ഞങ്ങൾ അത് ഫുള്ളായി പാടില്ല. അപ്പോൾ ഇതിലുള്ള ലീഗൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഹിസ്റ്ററി, അതായത് ഈ വന്ദേ മാതരത്തിൻ്റെ ഹിസ്റ്ററി എന്നാണ്. രണ്ടാമത്തത് ഇവർ പറയുന്ന പോലെ മുസ്ലിങ്ങൾ അപ്പീസ്മെന്റിന് വേണ്ടിയാണോ ഈ ബാക്കിയുള്ള സ്റ്റാൻസുകൾ വെട്ടിച്ചുരുക്കിയത്. ഇനി അവസാനമായിട്ട് ഇത് പാടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പാടിയില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോകുമോ? ഉള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കാം. അപ്പോൾ 1870 ബംഗാളി എഴുത്തുകാരനായ ബങ്കിം ചന്ദ്ര ചതോപാധ്യായ അദ്ദേഹം എഴുതിയ പാട്ടാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1882 അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ച നോവലായ അനന്ത്മാദ് എന്ന് പറയുന്ന ആ നോവലിലാണ് അദ്ദേഹം ഈ ഒരു ഫുൾ സ്റ്റാൻസുകളുടെ വന്ദേ മാതരം ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് നമ്മൾ കോൺഗ്രസ് ഇതിനെ ഏറ്റെടുക്കുന്നത് എന്ന് പറയുന്നത് 1896, അതായത് കൽക്കട്ട സെക്ഷനിൽ വെച്ച് രവീന്ദ്രനാഥ് ടാഗോർ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഫുൾ സ്റ്റാൻസ, അതായത് 2 സ്റ്റാൻസല്ല പൂർണ്ണ സ്റ്റാൻസയും അദ്ദേഹം അവിടെ വെച്ച് ആലപിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ആൾക്കാരെല്ലാം തന്നെ ഇത് പോപ്പുലർ ആകുകയും ഏറ്റെടുക്കാനും തുടങ്ങിയത്. പിന്നെയാണ് 1905 വരുന്നത്. 1905 പ്രത്യേകത നമുക്കറിയാം, അതായത് ഇന്ത്യയിൽ ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നു. അതിനുശേഷം സ്വദേശി മൂവ്മെന്റ് എല്ലാം നടക്കുന്നു. അപ്പോൾ 1905 ബംഗാൾ പാർട്ടീഷൻ സമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ അന്ന് ആൾക്കാരെല്ലാം തന്നെ ഉന്നയിച്ച് വലിയ രീതിയിലുള്ള മുദ്രാവാക്യമായി തന്നെ മാറിയിരുന്നു വന്ദേ മാതരം. അപ്പോൾ ആൾക്കാരെല്ലാം തന്നെ എവിടെ ഒരുമിച്ച് കൂടുകയാണെങ്കിലും ഈ പാട്ട് പാടിയായിരുന്നു അവർ ഒരുമിച്ച് കൂടുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് വിറപ്പിച്ച് ഒരു മുദ്രാവാക്യമായി തന്നെ മാറിയിരുന്നു വന്ദേ മാതരം. ഇന്ത്യ മൊത്തമായിട്ടും ആൾക്കാർ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങി. അതിനുശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത് വലിയ തലവേദനയായി മാറിയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും ബാൻ ചെയ്തു, അല്ലെങ്കിൽ നിരോധിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം ഇത് എത്രമാത്രം വലിയ തലവേദനയായി മാറിയിരുന്നു. അപ്പോൾ ഇത് ബാൻ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാർ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ടാണ് പിന്നെ പലരും കാണുന്നത്. കാരണം ഈ ഒരു പാട്ടിനെ കുറിച്ച് ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയുള്ള ആൾക്കാർ അറിയാൻ തുടങ്ങി. അവരെല്ലാം തന്നെ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് കൂടുതലായിട്ട് ആൾക്കാർ പാടാനാണ് തുടങ്ങിയത്. അങ്ങനെ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഇന്ത്യൻ സ്വതന്ത്ര സമയത്തെല്ലാം തന്നെ ഇത് വലിയ രീതിയിൽ ആലപിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഇന്ത്യൻ സ്വതന്ത്ര സമയം മുന്നോട്ട് പോകുമ്പോൾ ഈ പാട്ടിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മെല്ലെ മെല്ലെ ഉയരാൻ തുടങ്ങി. അങ്ങനെയാണ് അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാവ് ആയ മുഹമ്മദ് അലി ജിന്ന ഈ ഒരു പാട്ടിനെ കുറിച്ചുള്ള തർക്കവിഷയം ഉയർത്തുന്നത്. അതായത് കവിതയുടെ ആദ്യത്തെ 2 സ്റ്റാൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭംഗിയും അതുപോലെ തന്നെ ഭാരതത്തിന്റെ പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ നദികളെയും മറ്റ് ഭംഗികളെ കുറിച്ചെല്ലാം തന്നെ നല്ല വിശദമായി വിവരിക്കുന്ന വരികളാണ്. എന്നാൽ മറ്റ് സ്റ്റാൻസുകളിലോട്ട് നമ്മൾ പോകുമ്പോൾ അതിൽ ദുർഗയും കാളീനെയും കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുമാത്രമല്ല മുഹമ്മദ് അലി ജിന്ന പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അതായത് ഇദ്ദേഹം എഴുതിയ നോവൽ അമർനാഥ് എന്ന് പറയുന്ന ആ ഒരു നോവൽ ഇത് ഇൻക്ലൂഡ് ചെയ്തു. അത് അന്നത്തെ മുസ്ലിം റൂളേഴ്സിന് എതിരായിട്ടുള്ള ഒരു നോവലായിട്ടാണ് പലരും കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഉന്നയിച്ചുകൊണ്ടാണ് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു, അതായത് ഇത് പൂർണ്ണമായിട്ടും ആലപിക്കുക എന്ന് വെച്ചാൽ മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് ഇതിൽ എതിർപ്പുണ്ട്. കാരണം മുസ്ലിങ്ങളായ ഞങ്ങൾ ഏകദൈവത്തിന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് പാടാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതിനെ ഒരു നാഷണൽ സോങ് ആയിട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യമായിട്ടോ ഞങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് മുഹമ്മദ് അലി ജിന്ന അറിയിക്കുന്നു. അപ്പോൾ ഇതിന് അന്നത്തെ കോൺഗ്രസ് നേതാക്കളായ, അതായത് ഗാന്ധിയും ടാഗോറും നെഹ്റുവും കൂടെ ചർച്ച ചെയ്യുന്നു. അങ്ങനെ അവരൊരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അതായത് ഇതിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസുകൾ നിലനിർത്തിയാൽ മതി, ബാക്കിയുള്ള സ്റ്റാൻസുകൾ ആൾക്കാർ പാടണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവരെത്തുകയാണ്. ഇങ്ങനൊരു തീരുമാനം അന്നത്തെ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞപ്പോൾ അത് അന്നത്തെ കാലത്ത് തന്നെ വലിയ രീതിയിൽ തർക്കവശമായി മാറിയതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു തീരുമാനം, കോൺഗ്രസ് എടുത്ത ഈ ഒരു തീരുമാനം തന്നെയാണ് പിന്നീട് വർഗീയ രാഷ്ട്രീയത്തിന് വഴിയൊരുക്കിയത്. അതായത് പിന്നീട് ഇന്ത്യ പാർട്ടീഷൻ വിഭജനം നടക്കുന്നതും ഈ ഒരു ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം മുഹമ്മദ് അലി ജിന്നയ്ക്ക് അന്നേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ മുഹമ്മദ് അലി ജിന്ന ഒരിക്കലും ഒരു വിഭജനത്തിലോട്ട് ചിന്തിക്കില്ലായിരുന്നു. പക്ഷേ ഇത് അന്നേ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുഹമ്മദ് അലി ജിന്നയ്ക്ക്
ഈ ഒരു ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പിന്നീട് മറ്റ് ഡിമാൻഡുകളും അക്സെപ്റ്റ് ചെയ്യും എന്ന് തോന്നുകയും അങ്ങനെയാണ് ജിന്ന സെപ്പറേറ്റ് ഒരു രാജ്യം വേണം എന്ന് തന്നെ ഒരു ഡിമാൻഡിലോട്ട് എത്തിയത്. പക്ഷെ അന്നേ നമ്മൾ ഇത് നിരസിച്ചിരുന്നെങ്കിൽ പിന്നീട് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പലരും ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. എന്നാൽ ഇതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പലരും പറഞ്ഞിരുന്ന കാര്യം എന്താ വെച്ചാൽ, അതായത് നമ്മൾ ഒരു ബ്രൂട്ടൽ കൊളോണിയൽ ഗവൺമെന്റിനെതിരെയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവർക്കെതിരെയായിരുന്നു പോരാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇന്റേണൽ പരമായിട്ട് ഇങ്ങനെ ഒരു പാട്ടിനെ ചൊല്ലി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കവിതേനെ ചൊല്ലി ഒരു തർക്കം വരികയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പ്രശ്നമുണ്ടാകുകയും അത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയുള്ള ആ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് തന്നെ ഇല്ലാണ്ടാക്കാം. അപ്പോൾ ആ ഒരു തീരുമാനം വരാതിരിക്കാൻ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഒരുമിച്ച് പോരാടി ഒരുമിച്ച് സ്വതന്ത്രം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം അന്ന് കോൺഗ്രസ് എടുത്തിരുന്നത് എന്നാണ് പലരും പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം കടന്നു പോകുന്നതും പിന്നെ ഇന്ത്യ വിഭജനം നടക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണകൂടം വരുന്നതും. അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നമ്മൾ രൂപീകരിക്കുന്നുണ്ടായി. ഭരണഘടനയുടെ അവസാനം അഡോപ്റ്റ് ചെയ്തതിന്റെ 2 ദിവസം മുമ്പായിട്ട് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ പ്രസിഡന്റും കൂടിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു പ്രസ്താവന പ്രഖ്യാപിക്കുകയാണ്. അതായത് ജനഗണമന ഇന്ത്യൻ നാഷണൽ ആന്തമായിട്ടും അതുപോലെ തന്നെ വന്ദേ മാതരം ഇന്ത്യൻ നാഷണൽ സോങ് ആയിട്ടും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് എന്താ വെച്ചാൽ, അതായത് ഇതേ നാഷണൽ ആന്തത്തിനും അതായത് ജനഗണമനയ്ക്കും വന്ദേ മാതരത്തിനും തുല്യമായ പരിഗണനയാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ രണ്ടിനെയും ഒരേപോലെ റെസ്പെക്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് തീരുമാനം എടുത്തത്. പിന്നെ നമ്മൾ 1970 വരികയാണെങ്കിൽ, അതായത് ജനഗണമനയ്ക്ക് ഒരു സെപ്പറേറ്റ് ഹോണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ വന്ദേ മാതരത്തിന് അത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിലും വലിയ പ്രശ്നം ഉണ്ടാവുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, വന്ദേ മാതരം ഇന്ത്യ വിഭജിച്ചതിന് ശേഷം നമ്മളത് ഫുള്ളായിട്ട് പാടണം. കാരണം ആദ്യം മുസ്ലിം ലീഗിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ നമ്മളത് വെട്ടിച്ചുരുക്കിയത്. ഇപ്പോൾ നമ്മൾ വിഭജിച്ച് 2ആയി, അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പൂർണ്ണമായും പാടാൻ തയ്യാറാവണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 1971 ആ ഹോണർ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് വന്ദേ മാതരത്തിന് അത് കിട്ടുന്നില്ല എന്ന് പലരും ഉന്നയിച്ച ഒരു തർക്ക വിഷയം തന്നെയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. 2026 ആവുന്നു. ഇന്നത്തെ BJP ഗവൺമെന്റ് വരുന്നു. BJP ഗവൺമെന്റ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇത് അന്ന് മുസ്ലിം അപ്പീസ്മെന്റിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഇനി ആരംഭിക്കണം. അതുപോലെ തന്നെ ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പവർ, അതായത് എങ്ങനെ ജനഗണമനയ്ക്ക് കിട്ടുമോ അതേ പവർ തന്നെ ഇതിനും കിട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബില്ല് പാസ്സാക്കുന്നത് പാർലമെന്റിൽ. അപ്പോൾ ബില്ല് പ്രകാരം എന്താ വെച്ചാൽ, അതായത് ജനഗണമനയ്ക്കുള്ള അതേ സ്റ്റാറ്റസ് തന്നെയാണ് ഇപ്പോൾ വന്ദേ മാതരത്തിനും. അപ്പോൾ ആരെയും ജനഗണമന ഡിസ്റെസ്പെക്ട് ചെയ്തു അതേ ശിക്ഷ തന്നെയാണ് ഇതിനും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ 3 വർഷം വരെ ജയിൽ ശിക്ഷയും അതുപോലെ തന്നെ ഫൈനും, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ അത് ഓരോ കേസിന്റെ ഇന്റൻഷൻ അനുസരിച്ചായിരിക്കും ആ രണ്ടും കൂടെ ഇമ്പോസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നു. അപ്പോഴായിരിക്കും ചോദ്യം, അതായത് പലരും പറയുന്നുണ്ടല്ലോ ഞങ്ങൾ പാടില്ല എന്നൊക്കെ. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ആ ശിക്ഷ വരുമോ? ഇന്ത്യയിൽ എല്ലാവരും പാടാതിരുന്നാൽ ജയിലിൽ അടയ്ക്കുമോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇവിടെയാണ് പ്രൊവിഷൻസ് വരുന്നത്. ഒന്നാമത്തേത്, തടസ്സപ്പെടുത്തുകയോ അപമാനിക്കുകയോ ചെയ്യുക. അതായത് വന്ദേ മാതരം പാടുന്നത്, അതായത് ഇപ്പോൾ ഞാൻ വന്ദേ മാതരം പാടുകയാണ്, നിങ്ങൾ ഒരാൾ എന്നെ തടസ്സപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ശിക്ഷ വരും. അതുപോലെ തന്നെ നിങ്ങൾ അപമാനിക്കുകയാണെങ്കിൽ അതിനും ശിക്ഷയുണ്ട്. പക്ഷെ എന്ന് വെച്ച് ഞാൻ പാടുകയാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ അപമാനിക്കുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്തില്ല, പക്ഷെ നിങ്ങൾ പാടിയില്ല, നിങ്ങൾ സൈലന്റ് ആയിട്ട് ഒരു റെസ്പെക്റ്റ് കൊടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജയിൽ ശിക്ഷയോ പിഴയോ ഒന്നും വരാൻ സാധ്യതകളില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തെറ്റാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ